ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാണുന്ന ചെടി ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ പെർഫ്യൂമിനേക്കാളും സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്ന പൂച്ചെടിയാണ് കേട്ടോ ഇത്. അതായത് ഇന്ന്, ഇന്നലെ, നാളെ അങ്ങനെ പേരുണ്ട്. കൂടാതെ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ, മോർണിംഗ്, നൂൺ ആൻഡ് നൈറ്റ്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, കിസ് മീ ക്വിക്ക് എന്നൊക്കെ ഒരുപാട് പേരുകൾ വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ പേര് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാന കാരണം അതിൻ്റെ അകത്ത് പൂക്കളും 3 കളറുകളായിട്ടാണ്. അത് പൂ വിരിയുന്ന ആദ്യത്തെ ദിവസം ഇത് നല്ല പർപ്പിൾ നിറമായിരിക്കും. പിന്നെ പിറ്റത്തെ ദിവസം അത് ലാവൻഡർ കളറാവും. മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത് വെള്ളയായിട്ട് മാറും. ഈ 3 ദിവസങ്ങളിലും മാറി മാറി കളറുകൾ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിന് ഇത്രയും പേരുകളിൽ അറിയപ്പെടുന്നത്. ഇതിനകത്ത് മൊട്ട് വരുന്നത് പോലും നമുക്ക് അറിയില്ല കേട്ടോ. ചെടിയിൽ പൂക്കൾ വിരിയുന്നത് പല ഘട്ടങ്ങളായിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരേ സമയം 3 നിറത്തിലുള്ള പൂക്കളും ചെടിയിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന് വളരെ ഇമ്പമേറിയതാണ്. കടുത്ത വെയിൽ ഈ ചെടിക്ക് ആവശ്യമില്ല കേട്ടോ. ഭാഗികമായിട്ട് തണലുള്ള സ്ഥലത്ത് നന്നായിട്ട് വളരും. രാവിലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് ഉത്തമം. ഉണങ്ങിയ ചാണകപ്പൊടി, ജൈവവളം, എല്ലുപൊടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതിന് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത്. ദിവസത്തിലൊരിക്കൽ നമ്മൾ ചെടിക്ക് നനച്ചു കൊടുക്കണം. പിന്നെ മാസത്തിലൊരിക്കൽ ജൈവവളമോ പിന്നെ നമ്മുടെ കയ്യിലുള്ള ചെറിയ തരം വളങ്ങൾ എന്താണോ ഉള്ളത് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നന്നായി പൂവിടാനായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക കേട്ടോ. വർഷത്തിലൊരിക്കൽ കമ്പ് കോതിയിട്ട് അതിൻ്റെ വളർച്ചേനെയൊക്കെ നിയന്ത്രിക്കണം. കൂടാതെ ഇതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ ചെടിയിലകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മൊട്ടുകൾ കാണുന്നില്ല, തീരെ കുഞ്ഞു മൊട്ടുകളാണ് കേട്ടോ. അപ്പോൾ മൊട്ടുകൾ ഉണ്ടായി വരുന്നതും പൂ വിരിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളത് ഈ കാണുന്ന കുഞ്ഞു മൊട്ടുകളെല്ലാം വളരെ പെട്ടെന്ന് വിരിഞ്ഞു വരുന്നതാണ് കേട്ടോ. പൂക്കൾ കഴിയുമ്പോൾ ചെടിയിൽ ചെറിയ കായ്കൾ വരും. അത് നമുക്ക് ഉണക്കിയെടുത്തിട്ട് വിത്തായിട്ട് ഉപയോഗിക്കാമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കമ്പ് കുത്തി പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. 2 കമ്പ് കുത്തി വെച്ചിട്ടുണ്ട്. അത് പിടിക്കോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ കായ്കൾ എന്ന് പറയുന്നത് കുറച്ച് ടോക്സിക് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളും പെറ്റ് ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് അസുഖം എന്ന് പറയുമ്പോൾ ചെറിയ പ്രാണികൾ വരിക, അതിൻ്റെ ഇലയുടെ അടിയിൽ ഇങ്ങനെ അവരുടെ കൂട് പോലെ ഇങ്ങനെ ചെറിയ നൂല് പോലെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മരുന്നടിച്ച് കളയുക. പിന്നെ ചെറിയ പ്രാണികളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അതിനുള്ള മരുന്നുകളൊക്കെ അടിച്ചിട്ടൊന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ കേടുവരും. ഇലയിലിങ്ങനെ കളർ മങ്ങി മഞ്ഞ കളറൊക്കെ വരും. അപ്പോൾ അധികം വെയിലില്ലാതെ നമ്മുടെ വീട്ടിൽ ഷെയ്ഡ് കിട്ടുന്ന ഭാഗങ്ങളിൽ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. പിന്നെ പലരും പറയും നമ്മുടെ വീടുകളിലൊന്നും വെയിലില്ല, അതുകൊണ്ട് തന്നെ പൂക്കൾ തരില്ല എന്ന്. അങ്ങനെയുള്ള സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഉപയോഗപ്രദമായിട്ടുള്ള നല്ലൊരു ചെടിയാണിത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.